ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും വീക്ക് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഒരുപക്ഷെ ഏഷ്യൻ മാർക്കറ്റുകളിലെ സിറ്റുവേഷൻ അനുസരിച്ചൊരു റീബൗണ്ടൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടേക്കാം. വീക്ക് ഓപ്പണിങ്ങിന് ശേഷം ഏഷ്യൻ മാർക്കറ്റുകളിൽ മെജോറിറ്റി മാർക്കറ്റുകളും ഇന്ന് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം സൗത്ത് കൊറിയൻ മാർക്കറ്റ് വീക്കാണ്. ഇന്നലെ അമേരിക്കൻ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. മിക്സഡ് സെന്റിമെന്റ് ആണ് ടെക്നോളജി സ്റ്റോക്കുകളിലും ഇന്നലെ കണ്ടിട്ടുള്ളത്. ഇന്നാണ് അമേരിക്കയിൽ ഫെബ്രുവരി മാസത്തെ അൺഎംപ്ലോയ്മെന്റ് ഡാറ്റ പുറത്തു വരുന്നത്. 4.3% എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. ഒപ്പം അമേരിക്കയിലെ 20 സ്റ്റേറ്റുകൾ ട്രംപിന്റെ 15% ഗ്ലോബൽ താരിഫിന് അഗൻസ്റ്റ് ആയിട്ട് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1000-ലധികം കമ്പനികൾ ട്രംപ് മുമ്പ് ഏർപ്പെടുത്തിയിരുന്ന റെസിപ്രോക്കൽ താരിഫ് സുപ്രീം കോടതി അത് റദ്ദാക്കിയിരുന്നു. ആ താരിഫ് പിടിച്ചിട്ടുള്ള താരിഫൊക്കെ തിരിച്ചു നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് 1000-ലധികം കമ്പനികൾ സുപ്രീം കോടതിയിലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ട്രംപിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണ് അമേരിക്കയിൽ. എന്നിരുന്നാലും സെനറ്റ് അദ്ദേഹത്തിന്റെ ഇറാൻ ആക്രമണത്തിനൊക്കെ വലിയ പിന്തുണ നൽകിയിരിക്കുകയാണ്. അതേസമയം US, ഇറാൻ, ഇസ്രായേൽ റിലേറ്റഡ് ന്യൂസ് സോഴ്സ് വീണ്ടും സൂചിപ്പിക്കുന്നത് സമീപ ഭാവിയിലൊന്നും തന്നെ വലിയ രീതിയിലുള്ള ശമനമൊന്നും തന്നെ ഈ സംഘർഷത്തിൽ വരാൻ പോകുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇന്നും മോർണിംഗിലത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതേസമയം റീജിയണൽ ഫ്ലൈറ്റ്സ് എല്ലാം തന്നെ ഗൾഫ് റിലേറ്റഡ് എയർലൈൻസ് ഒക്കെ പുനരാരംഭിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള എയർ ഇന്ത്യയും ഇന്ത്യക്കൊക്കെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള ഫ്ലൈറ്റ് സർവീസസ് പാർഷ്യലായിട്ടെങ്കിലും പുനരാരംഭിക്കാൻ പോവുകയാണ്. ഇത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അതിൻ്റെ ഒരു റിയാക്ഷനൊക്കെ ഒരു പക്ഷേ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. അതേസമയം ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ് നെഗറ്റീവ് ന്യൂസാണ്. പോളണ്ട് സെൻട്രൽ ബാങ്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ഗോൾഡ് വാങ്ങിയിട്ടുള്ള സെൻട്രൽ ബാങ്ക് ആണ്. അവരുടെ സെൻട്രൽ ബാങ്ക് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഡിഫൻസ് സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ട് ഈ ഗോൾഡ് റിസർവിൽ നിന്ന് കുറേയൊക്കെ ഗോൾഡ് സെല്ല് ചെയ്യാനുള്ള തീരുമാനം എടുത്തേക്കും എന്നുള്ളൊരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഗോൾഡ് പ്രൈസിൽ കാണുന്നുണ്ട്. നല്ല വൊളാറ്റിലിറ്റിയാണ് ഗോൾഡ് പ്രൈസിൽ കാണുന്നത്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $5126 പെർ ഔൺസിനാണ്. അതോടൊപ്പം തന്നെ സിൽവറിൽ നല്ല വൊളാറ്റിലിറ്റിയാണ്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $83.65 പെർ ഔൺസ് ആണ്. ബ്രെൻഡ് ക്രൂഡ് ഓയിലാണ് ഇന്നലത്തെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. അതേസമയം പീക്കിൽ നിന്ന് സ്വല്പം താഴെയാണ്. $84.16 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. അതേ ലെവലിൽ തന്നെയാണ് ഇന്ന് മോർണിംഗിലും ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ആയ ന്യൂസ് ലോസ് ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ ഫെബ്രുവരി മാസത്തെ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ഡാറ്റകളൊക്കെയുണ്ട്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അറൌണ്ട് 17,000 കോടി രൂപയ്ക്കുള്ള ടെക്നോളജി സ്റ്റോക്കുകളാണ് ഫെബ്രുവരിയിൽ വിറ്റുകൂട്ടിയിട്ടുള്ളത്. അതേസമയം മിനറൽസ് ആൻഡ് മെറ്റൽസ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ വാങ്ങിയിരിക്കുകയാണ്. ക്യാപിറ്റൽ ഗുഡ്സ് സ്റ്റോക്കുകളും നല്ല രീതിയിൽ വാങ്ങിയിട്ടുണ്ട്. ഒരു മിക്സഡ് റിയാക്ഷനാണ്, മിക്സഡ് സെന്റിമെന്റ് ആണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഫെബ്രുവരിയിൽ ഉണ്ടായിട്ടുള്ളത്. അഡാനി ടോട്ടൽ ഗ്യാസ് അവരുടെ LNG പ്രൈസ് വലിയ ഇൻഡസ്ട്രിയൽ യൂസേഴ്സിനുള്ള പ്രൈസ് 40 രൂപ സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്ററിൽ നിന്ന് 120 രൂപയായിട്ട് വരുത്തുന്നുണ്ട്. വളരെ വലിയൊരു ഇൻക്രീസ് ആണ്. തീർച്ചയായിട്ടും ഇത് സ്ലൈറ്റ് നെഗറ്റീവ് ആണ്. പവർ ജനറേറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശ്രീ അധികാരി ബ്രദേഴ്സ് പഴയ നെയിമാണ്. അക്കൈലോൺ നെക്സസ് ലിമിറ്റഡ് എന്ന് പറയുന്ന പേരാണ് ഇപ്പോഴത്തെ പേര്. അവർ ഡാറ്റാ സെന്റർ ബിസിനസ്സിലേക്കും കൂടി കടക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റും നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ ഒരു പക്ഷേ എല്ലാവർക്കും ഒന്ന് വാച്ച് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. GRSE ഭാരത് ഫോർജറ്റിന്റെ ഹോളിയോൺ സബ്സിഡറി കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റംസ് ആയിട്ട് ഒരു അലയൻസിലെത്തിയിട്ടുണ്ട്. ഡിഫൻസ് റിലേറ്റഡ് പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയാണ്. പോസിറ്റീവ് ന്യൂസ് ആണ്. TCS AI റിലേറ്റഡ് ഡാറ്റാ സെന്ററുകൾ കൂടുതൽ ആരംഭിക്കാനുള്ള ഡിസ്കഷനിലാണ്. പോസിറ്റീവ് ന്യൂസ് ആണ്. DCS സിസ്റ്റംസ് 68 കോടി ഒരു ഓർഡർ ഇന്നലെ ബാക്ക് ചെയ്തിരുന്നു HAL നിന്ന്. ബാങ്കിങ് സോവർ ഇന്ത്യ ലിമിറ്റഡ് 2% പ്രൈസ് ഇൻക്രീസ് വരുത്തിയിട്ടുണ്ട്. മാർച്ച് മുതൽ പോസിറ്റീവാണ്. HDFC മ്യൂച്വൽ ഫണ്ട് ആംബർ എന്റർപ്രൈസസ് ധാരാളം വാങ്ങിക്കൂട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഇന്നലെ SCL ടെക്, ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ലാപോല, RG, അതുപോലെ തന്നെ MSP സ്റ്റീൽ ആൻഡ് പവർ, റെഡ് ടൈപ്പ് ഈ കമ്പനികളിലാണ് പ്രൊമോട്ടേഴ്സ് വാങ്ങിയിട്ടുള്ളത്. ഡൈനാക്കോൺ സിസ്റ്റംസ്, അതുപോലെ തന്നെ കെയർ ആൻഡ് ഹീറ്റ് എക്സ്ചേഞ്ച്, ഒപ്പം
മറ്റ് റിലേറ്റഡ് ഡിഫൻസ് സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ലോങ് റണ്ണിൽ കാഴ്ചവെക്കാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അപ്പോൾ ഡാറ്റാ സെൻറ്റർ ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്കുകളിലാണ് ഒരു പക്ഷേ കൂടുതൽ ആക്ടിവിറ്റീസ് കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് വളരെ നല്ല കാലമാണ്. ഒപ്പം ഡാറ്റ പാറ്റേൺസ്, പാരാസ് ഡിഫൻസ്, ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ മിഡിൽ ഈസ്റ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് ഒക്കെ വളരെ പോസിറ്റീവാണ്. ഇത്തരത്തിലുള്ള കമ്പനികളിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾക്കായിരിക്കാം ഭാവിയിൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഡാറ്റാ സെൻറ്റർ സപ്പോർട്ടിംഗ് നടത്തുന്ന കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ഡാറ്റാ സെൻറ്റർ ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡാറ്റ സെൻറ്റർ സിസ്റ്റംസ് സപ്പോർട്ട് ചെയ്യുന്ന ഡൈനാക്കോൺ സിസ്റ്റംസ്, അതുപോലെ തന്നെ KRN ഹീറ്റ് എക്സ്ചേഞ്ചസ്, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ പക്ഷേ ഒരു ഡിപ്പ് ബൈയും കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ എയർലൈൻസ് പാർഷ്യലായിട്ട് മിഡിൽ ഈസ്റ്റിലേക്കുള്ള സർവീസൊക്കെ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. എന്നിരുന്നാലും ഇറാൻ, ഇസ്രായേൽ, US സംഘർഷം വലിയ രീതിയിൽ വീണ്ടും വഷളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ചും ചൈനയെ സംബന്ധിച്ചും സൗത്ത് കൊറിയ, ജപ്പാൻ ഈ രാജ്യങ്ങളെ സംബന്ധിച്ചും വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഇന്ത്യനെ സംബന്ധിച്ച് പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ഒരു ഡിപ്പ് ബൈയിങ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ടറുകളിലെ സ്റ്റോക്കുകളിൽ സെലക്റ്റീവ് ആയിട്ട് നടത്താവുന്നതാണ്. ഏതിരുന്നാലും വളരെ കോഷൻ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒപ്പം ഗോൾഡിൽ നല്ല വൊളാറ്റിലിറ്റിയും എക്സ്പെക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചോടെ ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.